പ്രിയമുള്ളവരെ, എല്ലാവർക്കും HMC യോഗത്തിലേക്ക് സ്വാഗതം. താലൂക്ക് ആശുപത്രി നഗരസഭയ്ക്ക് കീഴിൽ വന്നതിന് ശേഷം നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതെല്ലാം പാതി വഴിയിലാണ്. നമ്മുടെ ആശുപത്രിയുടെ ചുക്കാൻ പിടിക്കുന്ന സൂപ്രണ്ട് രാഘവൻ സാർ ഏത് പ്രവർത്തനത്തിനും കൂടെയുണ്ട് എന്നുള്ളതാണ് വലിയ ആശ്വാസം. ഇനി ആശുപത്രിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ രാഘവൻ, സൂപ്രണ്ട് രാഘവൻ നിങ്ങളോട് സംസാരിക്കും. ഈ ആശുപത്രിയുടെ ഭരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ നെറ്റി ചുളിച്ചിരുന്നു. ഇന്നിപ്പോൾ ഞാനതിൽ ദുഃഖിക്കുന്നു. കാരണം നമ്മുടെ സത്യശീലൻ സാറിനെ പോലുള്ള നല്ല ഭരണസാരഥിയെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു ആ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ഈ 2 വർഷക്കാലം നമ്മുടെ ആശുപത്രിക്ക് 2 മനോഹരമായ കെട്ടിടങ്ങൾ അദ്ദേഹം പണിതു. മാത്രമല്ല, നമ്മുടെ പഴയ രീതിയിലുള്ള ടോയ്ലറ്റ് വളരെ ഭംഗിയായി ഇടിച്ചു പൊടിച്ച് വളരെ ഭംഗിയായി മനോഹരമായ ടൈൽസൊക്കെ പതിച്ച് നല്ല ഒരു കക്കൂസ് നമുക്ക് നിർമ്മിച്ചു തന്നു. അതുപോലെ ഒരുപാട് എണ്ണ ഞാൻ പറയുന്നില്ല. എപ്പോഴും ഈ ആശുപത്രിയെക്കുറിച്ചുള്ള ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അത് നമുക്കൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രവർത്തനത്തിന് എൻ്റെ ആശംസകൾ ഞാൻ അർപ്പിച്ചിട്ട് ഞാൻ ചുരുക്കുന്നു. മറ്റ് കാര്യങ്ങൾ ഡോക്ടർമാർക്ക് പറയാനുണ്ട്. അതിനൊക്കെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം 2 നല്ല ബിൽഡിങ്, ടൈൽസ് വഹിച്ച ടോയ്ലറ്റ്, അതൊക്കെയാണല്ലോ ഇപ്പോൾ ആശുപത്രിക്ക് ആവശ്യം. അല്ലാണ്ട് ഇപ്പോൾ അവിടെ ഡോക്ടറോ ജീവനക്കാരൊന്നല്ല ആവശ്യം. അല്ല സാറേ, അതിപ്പോ അങ്ങോട്ട് അപ്പോയിന്റ്മെന്റുകൾ വരാത്തത് കൊണ്ടേ ഞങ്ങൾക്ക് ജോലി ഭാരം കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വരുന്ന രോഗികൾ, പാവപ്പെട്ട ജനങ്ങൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചാണ് വരുന്നത്. അവിടെ വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടത് ഡോക്ടറും അവർക്ക് വേണ്ട മരുന്നാണ് കൊടുക്കേണ്ടത്. അതിന് ഊന്നൽ കൊടുക്കാതെ 2 3 ബിൽഡിങ്ങുകൾ കോൺട്രാക്ടർമാരെ കണ്ടിട്ട് കെട്ടിപ്പൊക്കിയിട്ട് അത് ഞാൻ എനിക്ക് കൂടുതൽ കിടക്കില്ല. ഡോക്ടർമാരെ ഗവൺമെന്റ് നിയമിക്കേണ്ടതല്ലേ? അത് കിട്ടിയില്ലെങ്കിൽ ഭരണകർത്താക്കൾ അതിന്റെ കുറവുകൾ നമ്മൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. അതിന് ഇറങ്ങണം. അതാണ് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്. ഇത് ഈ ഭരണം വന്നതിന് ശേഷമല്ലല്ലോ. നിങ്ങൾ ഭരിച്ചിരുന്നല്ലോ ഇവിടെ. നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ? ഒരു ഡോക്ടറെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിയമിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഡോക്ടർമാരിൽ പലരും റിട്ടയർഡ് ആവുമ്പോൾ അതിന് പകരം ഡോക്ടർമാരെ നിയമിക്കണം. അതെന്തുകൊണ്ട് നിയമിക്കുന്നില്ല? നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അടച്ചു പറയരുതെന്ന് ഞാൻ പറഞ്ഞ അതാണ്. നമുക്ക് അജണ്ടയിൽ നിന്ന് സംസാരിക്കാം. എന്റെ സൂപ്രണ്ടെ, ഞാൻ അജണ്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ ഹോസ്പിറ്റൽ ഭംഗിയായി പോകണമെങ്കിൽ ഇവിടെ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടാം. അത് വേണമെങ്കിൽ 2 3 ആളുകളെ നമുക്ക് നിയമിക്കാൻ പറ്റും. പിന്നെ അറ്റൻഡർമാരുടെ എണ്ണം കൂട്ടാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ എണ്ണവും നമുക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാവുന്നതാണ്. അതൊക്കെ പോലെ. അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വേണ്ട, അത് നമുക്ക് നേരിട്ട് നിയമിക്കാം. അപ്പൊ സ്വന്തം പാർട്ടിക്കാരനെ മുഴുവൻ കുത്തി നടക്കാലോ. എന്താ ഈ എന്ത് പറഞ്ഞാലും ഈ സുഖം എങ്ങനെ പറയുന്നു? അതെന്താ അങ്ങനെ സംസാരിക്കുന്നത് നിങ്ങള്? എനിക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാൻ. നമ്മൾ ഈ മീറ്റിംഗ് കൂടുമ്പോ എല്ലാവരും 40 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ എണ്ണ പലഹാരങ്ങള് നമ്മൾ ഈ മീറ്റിംഗിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ അത് നമ്മളെ ക്യാൻറ്റീനിൽ ഉണ്ടാക്കിക്കണം. അല്ല, അത് കറക്റ്റ് കേട്ടോ. സൂപ്രണ്ട് പറഞ്ഞ് കറക്റ്റാ. ഞാൻ വന്ന വഴിക്ക് ഈ പഴംപൊരി എടുത്തു ഇതിലേക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൊഴുക്കട്ടല്ലേ, കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറയാം. ആവിയിൽ ഉണ്ടാക്കുന്ന അരി ഭക്ഷണങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അത് ഈ എണ്ണ ഉണ്ടാവില്ല, കൊളസ്ട്രോൾ നമുക്ക് രക്ഷ നേടാൻ പറ്റും. അതെ സൂപ്രണ്ടേ, തുണിപ്പുട്ട് നല്ലതാ. തുണിപ്പുട്ടൊക്കെ ഉണ്ടായിക്കാം. അപ്പൊ അടുത്ത മീറ്റിംഗ് മുതൽ നമ്മൾ ഈ വരുന്നവർക്കെല്ലാം അത്തരം ആവിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അരിഭക്ഷണങ്ങൾ മതി, അല്ലെ? അങ്ങനെ തീരുമാനിക്കാം. ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. അപ്പോ ഡോക്ടറെ, എന്താ ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ചർച്ച ചെയ്യണ്ട? ഇല്ല, ഒന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു.